കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന സകല നീതി നിഷേധങ്ങളും വാർത്തയാകും. പ്രത്യേകിച്ച് മതത്തിൻ്റെ പേരിൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടാൽ കേരളത്തിൽ അത് വലിയ വാർത്തയാണ്. നമ്മുടെ മാപ്രകൾ അത് വലിയ വാർത്തയാക്കി മാറ്റാറുണ്ട്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ കേരളം വലിയ രീതിയിൽ പ്രതികരിക്കും. പക്ഷേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മതം ഏതാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കും. മുസ്ലിം ആണെങ്കിലോ ക്രിസ്ത്യാനി ആണെങ്കിലോ, ആദ്യം മുസ്ലിം ആണെങ്കിൽ മാത്രമായിരുന്നു പ്രതികരണം ഉണ്ടായിരുന്നത്. കാരണം കേന്ദ്രം ഭരിക്കുന്നതും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും BJP ആണല്ലോ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ BJP ചുട്ടു തിന്നുന്നു എന്ന് പറഞ്ഞാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ ഇവർ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിം കുട്ടിയാണെങ്കിൽ വലിയ വാർത്തയാക്കും കേരളത്തിൽ. ഇപ്പോൾ ക്രിസ്ത്യൻ കുട്ടിയാണെങ്കിൽ വലിയ വാർത്തയാക്കാറുണ്ട്. കാരണം ക്രിസ്ത്യാനികൾ BJPയോട് അടുക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ BJPയിൽ നിന്നും അകറ്റാനായി ഇപ്പോൾ ക്രിസ്ത്യൻ കുട്ടിയാണെങ്കിലും വലിയ വാർത്ത ഉണ്ടാക്കും. എന്നാൽ നിരന്തരമായി ഉത്തരേന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദു കുട്ടികളെക്കുറിച്ച് ഇവർ വാർത്ത ചെയ്യാറുമില്ല. ഇപ്പോഴിതാ UPയിലെ ബിജ്നോറിൽ നിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. അത്യധികം ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഹിന്ദു ആയിട്ടുള്ള വിദ്യാർത്ഥികളെ ഉറുദു പഠിക്കാനായി ഒരു അധ്യാപകൻ അവിടെ നിർബന്ധിക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്താണിത്? ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ സ്കൂളിൽ നിന്നൊരു മുസ്ലിം അധ്യാപകൻ വിദ്യാർത്ഥികളെ ഉറുദു പഠിക്കാൻ നിർബന്ധിക്കുകയും പഠിക്കാൻ വിസമ്മതിച്ചപ്പോൾ മർദ്ദിക്കുകയും ചെയ്തതായി ഉള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ വിദ്യാർത്ഥികൾ ഇത് പറയുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഉത്തർപ്രദേശ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുണ്ട്. ഞെട്ടിക്കുന്ന ഒരു സംഭവമാണിത്. എന്തായാലും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് വിഷയം ശ്രദ്ധയിൽപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര നടപടിയെടുത്തു എന്ന റിപ്പോർട്ടിൽ പറയുന്നു. കോട്ട്വാലി ദേഹത്ത് ബ്ലോക്കിന് കീഴിലുള്ള ധർമ്മയിലെ ഗവൺമെൻറ് കോമ്പോസിറ്റ് സ്കൂളിലാണ് ഈ സംഭവം നടന്നതെന്നാണ് പറയുന്നത്. മുഹമ്മദ് സലാവുദ്ദീൻ എന്ന അധ്യാപകനാണ് വിദ്യാർത്ഥികളെ ഉറുദു പഠിപ്പിക്കാനായി നിർബന്ധിച്ചത്, അല്ലെങ്കിൽ പഠിക്കാനായി നിർബന്ധിച്ചതെന്ന റിപ്പോർട്ടാണ് വരുന്നത്. അവർ എതിർത്തപ്പോൾ അയാൾ ഈ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയും ഈ മർദ്ദനം പുറത്തു പറഞ്ഞാൽ കൂടുതൽ മർദ്ദനം ഞാൻ തരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഭയം കാരണം വിദ്യാർത്ഥികൾ ആരും മാതാപിതാക്കളോട് ഇതാദ്യം പറഞ്ഞിരുന്നില്ല. സലാവുദ്ദീൻ്റെ പെരുമാറ്റത്തിൻ്റെ വീഡിയോ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് പ്രശ്നം പുറത്തു വന്നത്. നടപടി ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം തുടങ്ങി. ഇതോടുകൂടി വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ അധ്യാപകനെതിരെ പരാതി ലഭിച്ചതിനെ തുടർന്ന് BSA യോഗേന്ദ്രകുമാർ അവിടെയുള്ള അസിസ്റ്റന്റ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനോട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. പോരാത്തതിന് സലാവുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി വിദ്യാർത്ഥികളെ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഉറുദു പഠിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. തൽഫലമായി BSA യോഗേന്ദ്രകുമാർ അസിസ്റ്റന്റ് ബേസിക് ശിക്ഷാ അധികാരിയോടാണ് ഇത് പറയുന്നത്. ഈ ബേസിക് ശിക്ഷാ അധികാരി ഇത് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. BSA അദ്ദേഹത്തെ ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം നടത്തി. അച്ചടക്ക നടപടികൾ ഇയാൾക്കെതിരെ എടുക്കാനുള്ള നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മറ്റ് നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇപ്പോൾ പൂർണ്ണ വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുകയോ വിദ്യാഭ്യാസ നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇയാളെ പിരിച്ചുവിടണം എന്നുള്ളതാണ് അവിടെയുള്ള മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ സംഭവം പ്രാദേശിക സമൂഹത്തിൽ വലിയ രോഷത്തിനാണ് കാരണമായിരിക്കുന്നത്. ആളുകൾ അധ്യാപകനെ മതപരമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് ആരോപിച്ചു. ആളുകൾ അധ്യാപകൻ കുട്ടികളിൽ മതപരമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് പറയുന്നു. ഹിന്ദു ഗ്രൂപ്പുകളും രാഷ്ട്രീയ സംഘടനകളും ഒരു വിദ്യാർത്ഥിയെയും സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായ ഒരു വിഷയവും പഠിക്കാൻ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിലബസ് സർക്കാർ നിയമങ്ങൾ പാലിക്കണമെന്ന് ഒരു അധ്യാപകനും വിദ്യാർത്ഥികൾ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നുമാണ് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇയാളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.